ഹായ്, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കൺസ്ട്രക്റ്റീവ് ഡെലിവറി വരെ മാത്രമേ നമ്മൾ പറഞ്ഞത്, അതും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. എനിവേ, കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, കൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ പ്രിസ്യൂം ചെയ്യാനാണ്. അതായത് അങ്ങനെ നടന്നു പോലെ. അതുകൊണ്ടാണ് കോസി കോൺട്രാക്റ്റിന് കൺസ്ട്രക്റ്റീവ് കോൺട്രാക്റ്റ് എന്നുള്ള പേരൊക്കെ വന്നത്. നിങ്ങൾക്ക് അറിയുണ്ടാവും. കാരണം യഥാർത്ഥത്തിൽ ഒരു ഓഫർ അക്സെപ്റ്റൻസ് ഒന്നുമില്ല, പക്ഷേ കോൺട്രാക്റ്റിൻ്റെ പോലെ നമ്മൾ പരിഗണിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ കൺസ്ട്രക്റ്റീവ് ഡെലിവറി? നമുക്കൊന്ന് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഒന്നുകൂടി പറഞ്ഞിട്ട്, ഇപ്പോൾ ഒരു എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ കാറ് അദ്ദേഹം വിദേശത്തേക്ക് കുറച്ച് ദിവസത്തിന് എന്ത് ചെയ്യാൻ മക്കളെ പോവാണ്. ഓക്കെ, ഇപ്പോൾ വിദേശത്ത് പോകുന്ന സമയത്ത് തൻ്റെ സുഹൃത്തായ ബിയുടെ കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്തു. കയ്യിൽ കൊടുത്തു, ബിയുടെ കയ്യിൽ. എയുടെ വിചാരം 1-2 മാസം കൊണ്ട് തിരിച്ചു വരാമെന്നാണ്. തൻ്റെ ബിസിനസ്സിൻ്റെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് 1-2 മാസം കൊണ്ട് തിരിച്ചു വരാം എന്നുള്ള പ്രതീക്ഷയിലാണ് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്, എനിക്ക് ഈ അടുത്ത കാലത്തൊന്നും തിരിച്ചു വരാൻ പറ്റില്ല, കുറേ പ്രോബ്ലം ഉണ്ട് തൻ്റെ ബിസിനസ്സിൽ, അതുകൊണ്ട് ഇപ്പോഴത്തെ വരാൻ പറ്റില്ല. അപ്പോൾ ആണെങ്കിൽ തൻ്റെ കാറ് ബിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്താണ്. ബിക്ക് ആ കാറിൻ്റെ ആവശ്യമൊന്നുമില്ല, എയുടെ കാർ. ബിയുടെ കയ്യിൽ ഓൾറെഡി വേറെയും കാറുണ്ട്. അപ്പോൾ ഈ കാർ എടുത്തിട്ട് വിൽക്കാൻ വേണ്ടി തീരുമാനിക്കണം. അപ്പോൾ എയുടെ കയ്യിൽ ഈ കാറിൻ്റെ നല്ല കുറേ എന്ത് ചെയ്യുന്നുണ്ട്, ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, കുറേ നല്ല ചിത്രവും ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ഫോട്ടോസൊക്കെ OLXൽ പോസ്റ്റ് ചെയ്ത് വിൽക്കാൻ വേണ്ടി തീരുമാനിക്കുക. അങ്ങനെ ഒരു സി എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു മക്കളെ, ഈ കാറ് മേടിക്കാൻ വേണ്ടി കരാറുണ്ടായി. ഓക്കെ, അപ്പോൾ എയും സിയും തമ്മിലാണ് കരാറുണ്ടാവുന്നത്. എന്ന് പറയുന്ന സെല്ലറും സി എന്ന് പറയുന്ന ബയ്യറും തമ്മിൽ. അപ്പോൾ എയും സിയും, സെല്ലറും ബയ്യറും തമ്മിൽ കരാറുണ്ടാവുന്നെങ്കിലും ഗുഡ്സിൻ്റെ പൊസഷൻ ഇരിക്കുന്നത് ആരുടെ കയ്യിൽ? അവിടെ പറയടാ. എന്ന് പറയുന്ന സെല്ലറാണല്ലോ ഇത് വിൽക്കുന്നത്, സി എന്ന് പറയുന്ന ബയ്യറാണ് ഇത് വാങ്ങുന്നത്. വിദേശത്തും സി ഇവിടെ നാട്ടിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ പറയുന്ന ഗുഡ്സിൻ്റെ പൊസഷൻ ഇരിക്കുന്ന ആരായില്ല? എയുടെ കയ്യിലും അല്ല, സിയുടെ കയ്യിലല്ല, ഒരു തേർഡ് പേഴ്സണിൻ്റെ കയ്യിലാണ്. അല്ലേ? ദാറ്റ് മീൻസ് സെല്ലറും ബയ്യറും അല്ലാത്തൊരു വ്യക്തിയുടെ കയ്യിലാണ്, തേർഡ് പേഴ്സണിൻ്റെ കയ്യിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരൊക്കെ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വരും? ശ്രദ്ധിക്കണം കേട്ടോ. ആരൊക്കെ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വരും? എയും ബിയും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വരും. അല്ലേ? എന്താ പറയടാ, ഞാൻ ആ കാറ് സിക്ക് വിറ്റിട്ടുണ്ട്, സി വരുമ്പോൾ നീ ആ കാറ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? കമ്മ്യൂണിക്കേഷൻ നടക്കും, ഇല്ലേ? ദെൻ സീനോട് പറയും. എന്താ സീനോട് പറയാം? കാർ എൻ്റെ കയ്യിലില്ല, എൻ്റെ സുഹൃത്തായ ബിയുടെ കയ്യിലാണ്, നീ അവിടെ പോയി മേടിച്ചോന്ന് സീനോട് പറയും. ഓക്കെ, ഇങ്ങനെയും കമ്മ്യൂണിക്കേഷൻ നടക്കാം. ചിലപ്പോൾ സി ആർക്ക് വിളിക്കാം? ബിക്ക് വിളിക്കാം, അല്ലെങ്കിൽ ബി സിക്ക് വിളിക്കാം. അങ്ങനെ വിളിക്കുന്ന സമയത്ത് അവിടെ എന്താ ബി പറയുക? ഓക്കെ, ബി എന്താ പറയുക? ഞാൻ ഇയാളുടെ സുഹൃത്താണ്, താങ്കൾ വന്നോളൂ, കാർ ഞാൻ നിങ്ങൾക്ക് തരാം, ഇല്ലേ? ഇന്ന സ്ഥലത്താണ് എൻ്റെ വീട്, അങ്ങോട്ട് വന്നാൽ ഞാൻ കാറ് തരാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് നടന്നു എന്ന് പറയാം? കൺസ്ട്രക്റ്റീവ് ഡെലിവറി. എങ്ങനെ സാറേ കൺസ്ട്രക്റ്റീവ് ഡെലിവറി? നോക്കണം. ഇവിടെ ബി എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിലാണ് ഗുഡ്സിൻ്റെ പൊസഷൻ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ കസ്റ്റഡിയും പൊസഷനൊക്കെ ഇരിക്കുന്ന ആരായില്ല? ബിയുടെ കയ്യിലാണ്. ആദ്യം ബി ഗുഡ്സ്, കച്ചവടത്തിന് മുമ്പ് ഈ ഗുഡ്സ് ആർക്ക് വേണ്ടിയിട്ടാണ് ഹോൾഡ് ചെയ്ത് വെച്ചത്? എക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ആ ഗുഡ്സ് ഹോൾഡ് ചെയ്ത് വെക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? സിക്ക് വേണ്ടിയിട്ട്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ആദ്യം എക്ക് വേണ്ടിയിട്ടാണ് ഗുഡ്സ് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നത്. ഇപ്പോൾ ബി ആ ഗുഡ്സ് ഹോൾഡ് ചെയ്ത് വെക്കുന്ന ആർക്ക് വേണ്ടിയാണ്? സിക്ക് വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ ഗുഡ്സിൻ്റെ പൊസിഷൻ അപ്പോഴും ഇപ്പോഴൊക്കെ ആരുടെ കയ്യിൽ തന്നെ? ബിയുടെ കയ്യിൽ തന്നെ ഇട്, അല്ലേ? അപ്പോഴൊക്കെ ബിയുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നത്. ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? സി വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിക്ക് കൊടുക്കണം. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് പൊസഷൻ മാറുന്നൊന്നുമില്ല, പക്ഷെ ആക്ച്വൽ പൊസഷനിൽ ഒരു തരത്തിലുള്ള മാറ്റം വന്നില്ല. പക്ഷെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന വ്യക്തി എന്ത് ചെയ്തു? മാറിയില്ല. ചേഞ്ച് ഓഫ് കസ്റ്റഡിയിൽ യാതൊരുവിധ മാറ്റവും മാറിയിട്ടില്ല. കണ്ടോ? വെൻ ദ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് എഫക്റ്റ് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ കസ്റ്റഡി. ആദ്യം ബിയുടെ കയ്യിലാണ് കസ്റ്റഡിയിൽ ഇരിക്കുന്നത്, ഇപ്പോഴും ബിയുടെ കയ്യിലാണ്. പക്ഷേ ആദ്യം ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന എക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇപ്പോൾ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ആർക്ക് വേണ്ടിയാണ്? സിക്ക് വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഈ നിയമം പറയണത്. ഇവിടെ ഒരു ഡെലിവറി നടന്ന പോലെ പ്രെസ്യൂം ചെയ്യാണ്. ഓക്കെ, ഡെലിവറി നടന്ന പോലെ നമ്മൾ പരിഗണിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്നുള്ളതുകൊണ്ട് വിളിക്കുന്നത്. കണ്ടോ? വെൻ ദ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് എഫക്റ്റഡ് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ കസ്റ്റഡി ഓർ ആക്ച്വൽ പൊസഷൻ ഓഫ് തിങ് ഇൻ കേസ് ഓഫ് ഡെലിവറി. അക്നോളജ്മെൻറ്റ്. എന്താ അക്നോളജ്മെൻറ്റ്? ആര് അക്നോളജ് ചെയ്തപ്പോൾ? ബി അക്നോളജ് ചെയ്തു. എപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇത് നമ്മൾ പെർഫോമൻസ് ഓഫ് കോൺട്രാക്ടേഴ്സിൽ പഠിക്കുന്നതാണ്, എങ്കിലും മനസ്സിലാക്കുക. എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സെല്ലറും ബയ്യറും തമ്മിലൊരു കച്ചവടം നടക്കുമ്പോൾ ഒരു ഗുഡ്സിൻ്റെ പൊസഷൻ തേർഡ് പേഴ്സൻ്റെ കയ്യിലാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക, തേർഡ് പേഴ്സൻ്റെ കയ്യിലായിരിക്കുന്നെങ്കിൽ ആ വ്യക്തി അത് അക്നോളജ് ചെയ്യണം. എന്താ സാറേ അറ്റോൺമെൻറ്റ് അക്നോളജ് എന്ന് പറഞ്ഞാൽ അയാൾ അപ്രൂവ് ചെയ്യണം. എൻ്റെ കയ്യിൽ ആ ഗുഡ്സ് ഉണ്ട്, താങ്കൾക്ക് വേണ്ടി ഞാൻ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന് അയാൾ ഉറപ്പ് നൽകുന്ന ആ പോയിന്റ് ഓഫ് ടൈമിലാണ് എന്താവുക? കൺസ്ട്രക്റ്റീവ് ഡെലിവറി. അത് നിങ്ങൾക്ക് ക്ലിയർ ആയി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. ഓക്കെ, ദെൻ നമ്മളപ്പോൾ ഡെലിവറിയെ കുറിച്ച് പറഞ്ഞു. ഇനി ഇവിടെ ഒരു വാക്ക് നമ്മൾ പറയേണ്ടത്, സാറേ എന്താണ് ഡെലിവറബിൾ സ്റ്റേറ്റ്? അല്ലേ? എന്താ പഠിക്കുന്ന മക്കളെ? ഡെലിവറബിൾ സ്റ്റേറ്റ്. എന്താണ് നമ്മൾ ഡെലിവറബിൾ സ്റ്റേറ്റ് എന്നുള്ളതുകൊണ്ട് പറയണത്?
എടാ എന്താ ഡെലിവറബിൾ സ്റ്റേറ്റ് പറഞ്ഞാൽ സെല്ലർ ബയ്യർക്ക് ഒരു ഗുഡ്സ് കൊടുക്കുമ്പോൾ ആ ഗുഡ്സിൻ്റെ മുകളിൽ സെല്ലർക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും സെല്ലർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ആ ഗുഡ്സ് ബയ്യർ ഏറ്റെടുത്താൽ മതി. ഓക്കെ, ബയ്യർ ഏറ്റെടുത്താൽ ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു ഫർണിച്ചർ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കാർപ്പൻറ്ററോട് പറഞ്ഞു. ഓക്കെ, ഒരു ഫർണിച്ചർ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കാർപ്പൻറ്ററോട് പറഞ്ഞു. ആ കാർപ്പൻറ്റർ നിങ്ങൾക്ക് വേണ്ടി 6 അടി നീളം 4 അടി വീതിയൊക്കെ ഉള്ള ഒരു കട്ടിൽ ഉണ്ടാക്കി മരമൊക്കെ റെഡിയാക്കി ഉണ്ടാക്കി ഫുള്ള് ഫിനിഷ് ചെയ്ത് പെയിൻറ്റും ഒക്കെ അടിച്ച് പോളിഷ് ചെയ്ത് അല്ലേ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചു. എന്നിട്ട് നിങ്ങളോട് വിളിച്ചു പറഞ്ഞു ഇതാ നിങ്ങളുടെ പറഞ്ഞ ഫർണിച്ചർ റെഡിയാണ്, വന്ന് കൊണ്ടുപോയിക്കോളൂ. അങ്ങനെയാണെങ്കിൽ ആ ഫർണിച്ചർ ഇപ്പോൾ ഏത് സ്റ്റേജിലായിരിക്കും മക്കളെ? ഡെലിവറബിൾ സ്റ്റേറ്റിലാണ്. ഏത് സ്റ്റേജിലാണ്? ഡെലിവറബിൾ സ്റ്റേറ്റ്. ദാറ്റ് മീൻസ് ബയ്യർ ഏറ്റെടുത്താൽ മാത്രം മതി. വളരെ സിമ്പിളായി പറഞ്ഞാൽ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 5 കിലോ അരി വേണമെന്ന് പറഞ്ഞു, ഒരു 50 കിലോ ചാക്കിലാവും അരി ഉണ്ടാവുക. ഇന്ന് ഒരു 5 കിലോ അരി എടുത്ത് പാക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി തൂക്കി നോക്കി പാക്ക് ചെയ്ത് മുന്നിലേക്ക് വെച്ച് തരും. അങ്ങനെയാണെങ്കിൽ അതെന്താ? ഡെലിവറബിൾ സ്റ്റേറ്റ്. ഇനി സെല്ലറും ബയ്യറും തമ്മിൽ ഒരു മരം മുറിക്കാൻ വേണ്ടിയിട്ടാണ് കച്ചവടം ഉണ്ടാക്കണമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ സെല്ലർ എന്ത് ചെയ്തു? ഈ മരം മുറിച്ച് പീസ് ആക്കിയിട്ട് ബയ്യറോട് വിളിച്ചറിയാം മരം റെഡിയാണ്, വന്ന് കൊണ്ടുപോയിക്കോളി. അങ്ങനെയാണെങ്കിൽ എന്താ? ആ മരം മുറിച്ച് പീസ് ആക്കിയത് എന്താ? ഡെലിവറബിൾ സ്റ്റേറ്റ്. അപ്പോൾ എന്താ ഡെലിവറബിൾ സ്റ്റേറ്റ്? ഗുഡ്സ് ആർ സെറ്റ് ടു ബി ഡെലിവറബിൾ സ്റ്റേറ്റ് വെൻ ദേ ആർ സച്ച് കണ്ടീഷൻ ദാറ്റ് ബയ്യർ വുഡ് അണ്ടർ ദ കോൺട്രാക്ട് ബി ബൗണ്ട് ടു ടേക്ക് ഡെലിവറി ഓഫ് ദം. കണ്ടോ, ബൗണ്ട് ബാധ്യസ്ഥനാണ്. ബൗണ്ട് എന്ന് പറഞ്ഞാൽ വാക്കി നിർത്താം എന്താ? ബാധ്യസ്ഥൻ. ബയ്യർ ആ ഗുഡ്സ് ഏറ്റെടുക്കാൻ ബാധ്യസ്ഥനാണ്. ഇനി എന്താണ് ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ? അല്ലേ, നോക്കൂ മക്കളെ, ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഒരു ഗുഡ്സിൻ്റെ പൊസഷൻ കിട്ടാൻ സഹായിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്. ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ ഒരു പ്രൂഫ് ഓഫ് പൊസഷനായിട്ട് നമ്മൾ ഉപയോഗിക്കും. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ റെയിൽവേ മാർഗ്ഗമാണ് നമ്മൾ ഒരു ഗുഡ്സ് അയച്ചു കൊടുക്കണമെന്ന് വിചാരിക്കുക. അല്ലേ, തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഗുഡ്സ് കേരളത്തിലേക്ക് അയക്കുന്നുണ്ട് റെയിൽവേ മാർഗം. അപ്പോൾ നമ്മൾ ഒരുപാട് പേരുടെ ഗുഡ്സ് അവിടെ വരുന്നുണ്ടാവും. ആദ്യം സങ്കല്പിക്കുക, റെയിൽവേൻ്റെ ഗോഡൗണിൽ ഒരുപാട് പേരുടെ ഗുഡ്സ് വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വെറുതെ കയ്യും വീശി ചെന്നിട്ട് എനിക്ക് എൻ്റെ ഗുഡ്സ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തരുമോ? ഇല്ല. ആ ഗുഡ്സ് നമ്മളുടെ ഇടയിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് നമ്മുടെ കയ്യിൽ വേണം. ഇല്ലേ? അപ്പോൾ അത് നമുക്ക് ആരയച്ചു തരും? ഈ സെല്ലർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ ഡോക്യുമെൻറ്റുമായിട്ട് നമ്മൾ ചെല്ലുമ്പോഴാണ് കിട്ടുക. നിങ്ങൾ ട്രെയിൻ മാർഗ്ഗമൊക്കെ പാർസൽ വരുത്തിച്ച ആൾക്കാരാണെങ്കിൽ അറിയാം. ഞാനൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ചെന്നൈയിൽ നിന്ന് കുറേ ഗുഡ്സ് ഇവിടെ രാവിലെ ഒരു 7 മണി 7 ആകുമ്പോഴത്തെ എവിടെ എത്തും? ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ചിലപ്പോൾ നമ്മൾ തന്നെ നേരിട്ട് പോകണമെന്നൊന്നുമില്ല, ചിലപ്പോൾ നമ്മൾ വല്ല ഓട്ടോക്കാരനൊക്കെ വിടും. അങ്ങനെയാണെങ്കിൽ ഒരു സ്ലിപ്പ് ഉണ്ടാവും. ആ സ്ലിപ്പ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഗുഡ്സ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് തരും. ഓക്കെ, അപ്പോൾ ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക, ഒരു ഗുഡ്സിൻ്റെ പൊസഷൻ കിട്ടാൻ സഹായിക്കുന്ന ഡോക്യുമെൻ്റ്. അത് ബിൽ ഓഫ് ലാഡിങ്, ഈ കപ്പൽ മാർഗം വരുന്നതാവാം, ഡോക്ക് വാറൻറ്റ് ഇല്ലേ, അങ്ങനെയുള്ള വാറൻറ്റ് ഡോക്കിൽ പോർട്ടിൽ വരുന്നതാവാം, എവിടെ ആയിക്കോട്ടെ പോർട്ടിൽ വരുന്നതാവാം, വെയർ ഹൗസിൽ ഇപ്പോൾ സൂക്ഷിച്ച് വെക്കുന്നുണ്ടാവും അല്ലേ, ഒരു ഗോഡൗണിൽ കുറേ ആൾക്കാരെ ഗുഡ്സ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ സെല്ലർ നമുക്ക് വേണ്ടിയിട്ട് ഗുഡ്സ് എവിടെ കൊടുത്തിട്ടുണ്ടാവുക? ഒരു വെയർ ഹൗസിലാണ് കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ വെയർ ഹൗസിൽ പോയിട്ട് ഈ ഗുഡ്സ് ഏറ്റെടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? വെയർ ഹൗസ് കീപ്പേഴ്സ് സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. ദെൻ വാർഫിംഗർ സർട്ടിഫിക്കറ്റ്. വാർഫിംഗർ ഇതേപോലെ തന്നെ വെയർ ഹൗസിൻ്റെ പോലുള്ളതാണ്. റെയിൽവേ റിസിപ്റ്റ് ആവാം, മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് ഡോക്യുമെൻ്റ് ആവാം, ഏതും ആയിക്കോട്ടെ. അതിൽ നിങ്ങൾ ഓരോന്ന് എന്താണെന്നുള്ളത് ആലോചിച്ച് കൺഫ്യൂസർ ആവണ്ട. ഈ സംഭവത്തിൻ്റെ യൂസ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു ഗുഡ്സിൻ്റെ പൊസഷൻ കിട്ടാൻ സഹായിക്കുന്ന ഡോക്യുമെൻ്റ് കണ്ടോ, ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൻ്റെ പ്രൂഫ് ഓഫ് പൊസഷൻ. അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് കയ്യിലുള്ളപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക? ആ ഗുഡ്സിൻ്റെ മുകളിലുള്ള കൺട്രോളും പൊസഷനൊക്കെ നമുക്ക് കിട്ടുള്ളൂ. മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ഡോക്യുമെൻ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ആൾക്ക് കൈമാറ്റം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് പോയി കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെ ഈ ഡോക്യുമെൻ്റ് ഉപയോഗിച്ച് നിങ്ങൾ വേറെ ആൾക്ക്, ഇപ്പോൾ ഞാനാണ് ഇവിടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഈ ഗുഡ്സ് എന്ത് ചെയ്യേണ്ടത്? ഏറ്റെടുക്കേണ്ടത് ഞാനാണ് ബയ്യർ. പക്ഷെ ഞാനത് എന്ത് ചെയ്തു? വേറെ ആൾക്ക് കൈമാറ്റം ചെയ്തു, അയാളോട് പോയി എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ ചെയ്തത് എന്ത് ഡെലിവറിയാണ്? സിംബോളിക് ഡെലിവറി എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ? ഇനി അതർ ഡോക്യുമെൻ്റ് വേണ്ട, ദിസ് ഈസ് നോട്ട് ഇല്ലുസ്ട്രേറ്റീവ് ആൻഡ് നോട്ട് എക്സിസ്റ്റീവ്. എന്താ അവിടെ പറയണേ? ഈ പറഞ്ഞ വാർഫിംഗർ സർട്ടിഫിക്കറ്റും ബിൽ ഓഫ് ലാഡിങ്ങിനെ മാത്രമൊന്നുമല്ല ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിലായി പരിഗണിക്കാൻ പറ്റുക. ഈവൻ ഒരു പീസ് ഓഫ് പേപ്പറിനെ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിലായിട്ട് പരിഗണിക്കാം. അത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഡോക്യുമെൻ്റ് ഓഫ് ഷോയിൻ ടൈറ്റിൽ, ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ. സാർ എന്താ ഡോക്യുമെൻ്റ് ഓഫ് ഷോയിൻ ടൈറ്റിൽ? ആ ഡോക്യുമെൻ്റ് ഓഫ് ഷോയിൻ ടൈറ്റിലിൻ്റെ കേസിൽ ഒരു വ്യക്തിയുടെ എന്ത് കാണിച്ചിട്ടുണ്ടാവും മക്കളെ? അയാളുടെ പേര് കാണിച്ചിട്ടുണ്ടാവും. മനസ്സിലുണ്ടോ? ഷോയിങ്, ആ പേര് തന്നെ ഷോയിങ്. ഇപ്പോൾ ഷെയർ സർട്ടിഫിക്കറ്റ് വിചാരിക്കുക. ഇപ്പോൾ ഞാനൊരു കമ്പനിയുടെ ഷെയർ മേടിച്ചു, അങ്ങനെ ഈ മിസ്റ്റർ ഷിഫിൻ എന്ന് പറഞ്ഞ് എൻ്റെ പേര് അവിടെ കാണിച്ചിട്ടുണ്ടാവും. ആ പേര് കാണിക്കുമ്പോഴാണ് എനിക്ക് അതിൻ്റെ മുകളിൽ അവകാശം. ഞാൻ എൻ്റെ കയ്യിലുള്ള ഷെയർ സർട്ടിഫിക്കറ്റ് ജസ്റ്റ് ഒരു മിയർ ഡെലിവറി, വെറുതെ ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്തു എന്ന് വിചാരിക്കുക.
മനസ്സിലാക്കിക്കുക, ഒരിക്കലും അയാൾക്ക് അതിൻ്റെ ഓണർഷിപ്പോ പൊസഷനോ ഒന്നും കിട്ടുന്നില്ല. കാരണം എന്താ, അപ്പോഴും ആ ഡോക്യുമെൻറ്റിൻ്റെ മുകളിൽ എൻ്റെ പേരാണുള്ളത് അല്ലേ. എൻ്റെ പേര് മാറി അയാളുടെ പേര് വരുമ്പോൾ മാത്രമേ അയാൾക്ക് അതിൻ്റെ മുകളിൽ കൺട്രോൾ കിട്ടുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ കാറിൻ്റെ RC ബുക്ക് അല്ലെങ്കിൽ ബൈക്കിൻ്റെ RC ബുക്ക് എടുത്ത് വേറെ ആൾക്ക് വെറുതെ കൊടുത്തു, അയാൾ ഓണറാവോ? പറയുങ്ങൾ ഇതാ നിനക്ക് ഞാൻ കാർ തരാം, നീ ഓണറായിക്കോ, RC ബുക്ക് എടുത്ത് വെറുതെ കൊടുത്തു, അയാൾ ഓണറാവില്ല. RC ബുക്കിൽ എൻ്റെ പേര് മാറി അയാളുടെ പേര് പുതിയ RC ബുക്ക് വരണം അല്ലേ, അപ്പോഴും അയാൾ ഓണറായി മാറുള്ളൂ. അപ്പോൾ ഡോക്യുമെൻ്റ് ഷോയിൻ ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എപ്പോഴും മനസ്സിലാക്കി വെക്കുക, ഇറ്റ് മിയർലി ഷോ ദാറ്റ് പേഴ്സൺ നേബിഡ് ഇൻ ഷെയർ സർട്ടിഫിക്കറ്റ് ആൻഡ് ടു ഷെയർ റെപ്രസെൻറ്റ് ബൈറ്റ്. ആരുടെ പേരാണോ കാണിക്കുന്നത് അയാളാണ് എന്തായി മാറുക, അതിൻ്റെ ഓണറായിട്ട് മാറുക. ബട്ട് ഇറ്റ് ഡസ് നോട്ട് അലോ പേഴ്സൺ ട്രാൻസ്ഫർ ദർ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ജസ്റ്റ് കൈമാറ്റം ചെയ്തുകൊണ്ട് എന്താവില്ല, ഒരിക്കലും അതിൻ്റെ ബാക്കിൽ സൈൻ ചെയ്തുകൊണ്ടൊന്നും ശരിക്കും ഇതാവില്ല. നമ്മളവിടെ എന്ത് ചെയ്യണം, പേര് മാറി അയാളുടെ പേര് വരുമ്പോൾ മാത്രമേ എന്താവുള്ളൂ. ഡോക്യുമെൻ്റ് ഓഫ് ഷോയിൻ ഡേറ്റിൻ്റെ കേസിൽ അത്തരം ഡോക്യുമെൻറ്റുകളാണ് ഡോക്യുമെൻ്റ് ഓഫ് ഷോയിൻ ഡേറ്റിൽ മനസ്സിലാക്കുക. ഷെയർ സർട്ടിഫിക്കറ്റ് ഒരാളുടെ പേര് കാണിച്ചിട്ടുണ്ടാവും, അയാൾ ജസ്റ്റ് ആ പേരുള്ള ഷെയർ സർട്ടിഫിക്കറ്റ് എടുത്ത് വേറെ കൊടുത്തു വെച്ചിട്ട് വേറെ ആളെ ഷെയറിൻ്റെ ഓണറാവില്ല. അയാളുടെ പേരിന് പകരം, നിലവിലുള്ള ആളുടെ പേരിന് പകരം മറ്റൊരാളുടെ പേര് വരുമ്പോഴേ അയാൾ അതിൻ്റെ ഓണറായിട്ട് മാറുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെ പറഞ്ഞു, ഇപ്പോൾ ഡെലിവറി പറഞ്ഞു അല്ലേ, ആക്ച്വൽ ഡെലിവറി, കൺസ്ട്രക്റ്റീവ് ഡെലിവറി, സിംബോളിക് ഡെലിവറി. ദെൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്യുമെൻ്റ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ് നമ്മൾ പറഞ്ഞു. ദെൻ എന്ത് ചെയ്യുന്നുണ്ട്, ഗുഡ്സ് ഡെലിവറബിൾ സ്റ്റേറ്റ് പറഞ്ഞു, ഡോക്യുമെൻ്റ് ഓഫ് ഷോയിൻ ടൈറ്റിൽ പറഞ്ഞു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ മെർക്കൻഡിൽ ഏജൻറ്റ് അല്ലേ. മെർക്കൻഡിൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ കച്ചവടം എന്നാണ്. പണ്ട് ബിസിനസ് ലോ എന്നൊന്നല്ല ഇതിന് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലോ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേരുണ്ടായിരുന്നത് മെർക്കൻഡിൽ ലോസ് എന്ന് പറഞ്ഞു അല്ലേ. നമുക്ക് ഈ കൊമേഴ്സ് മേഖലയിലുള്ള പ്രൊഫഷണൽസിന് കച്ചവടവുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് പഠിക്കാനുള്ളൂ, അല്ലാതെ ക്രിമിനൽ ലോയും കാര്യങ്ങളോ ഒന്നും പഠിക്കാനില്ല. ചില സ്ഥലത്ത് അതിൻ്റെ അപ്ലിക്കബിലിറ്റി വരുന്നുണ്ട് എന്നുള്ളൂ, കൊയേഷൻ അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ എന്താ മെർക്കൻഡിൽ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ, മെർക്കൻഡിൽ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട്, കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരു വസ്തു പർച്ചേസ് ചെയ്യാനായിക്കോട്ടെ, ഒരു വസ്തു വിൽക്കാനായിക്കോട്ടെ, ഒരു വസ്തു മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാനായിക്കോട്ടെ, പണയം വെക്കാനായിക്കോട്ടെ, സെക്യൂരിറ്റിയായി കൊടുക്കാനായിട്ട്, അങ്ങനെ ഒരു കച്ചവടവുമായി ബന്ധപ്പെട്ട് ചുമ ഉണ്ട് കേട്ടോ, അതിൻ്റെ ഓണർ വേറെ ആളെ ഏൽപ്പിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഒരു കച്ചവടവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഓണർ വേറെ ആളെ ഏൽപ്പിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ ഏൽപ്പിക്കപ്പെടുന്ന വ്യക്തി എന്ത് ചെയ്യും, മെർക്കൻഡിൽ ഏജൻറ്റ്. ഞാൻ എൻ്റെ ഒരു കാർ വിൽക്കാൻ വേണ്ടി ഞാൻ വേറെ ആളെ ഏൽപ്പിച്ചു, അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രിൻസിപ്പളും അവനാരാ, ഏജൻ്റാണ്. അപ്പോൾ ഇറ്റ് മീൻസ് ഏജൻറ്റ് വേഴ്സ് എ കസ്റ്റമറി കോഴ്സ് ഓഫ് ബിസിനസ്. എന്താ കസ്റ്റമറി കോഴ്സ് ഓഫ് ബിസിനസ്? ഒരു ബിസിനസ്സിൻ്റെ സമ്പ്രദായ രീതി പ്രകാരം ആൾ ഏജൻ്റാണ്. എന്തിനൊക്കെ അയാൾക്ക് അധികാരമുണ്ട്, സെൽ ദ ഗുഡ്സ്, ഗുഡ്സ് വിൽക്കാൻ, കൺസെൽ ദ ഗുഡ്സ് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാൻ, പർപ്പസ് ഓഫ് സെയിൽ ആൻഡ് ബൈ ദ ഗുഡ്സ് അല്ലേ. നമുക്ക് വേണ്ടി ഒരു പർച്ചേസ് മാനേജർ ആവാം, സെയിൽസ് മാനേജർ ആവാം, സെയിൽസ് പേഴ്സൺ ആവാം, അല്ലെങ്കിൽ അത് പണയം വെച്ചിട്ട് പൈസ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വേറെ ആൾക്ക് അവകാശം കൊടുക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് പ്ലഡ്ജ് ബൈ ഏജൻറ്റ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. ഏജൻറ്റ് കൊണ്ടുപോയിട്ട് പ്ലഡ്ജ് ചെയ്ത് കഴിഞ്ഞാലും അത് വാലിഡാണ്, ഏജൻറ്റ് കൊണ്ടുപോയിട്ട് വിറ്റ് കഴിഞ്ഞാലും അതെന്താണ്, വാലിഡാണ്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ, സെയിൽ ബൈ നോൺ ഓണേഴ്സിൻ്റെ എക്സെപ്ഷൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. മെർക്കൻഡിൽ ഏജൻറ്റ് വിറ്റ് കഴിഞ്ഞാലും വാങ്ങിയ വ്യക്തിക്ക് ഓണർഷിപ്പ് കിട്ടും. മെർക്കൻഡിൽ ഏജൻറ്റ് പ്ലഡ്ജിൻ്റെ അവിടെ പഠിച്ചിട്ടുണ്ടാവും. മെർക്കൻഡിൽ ഏജൻറ്റ് കൊണ്ടുപോയി പ്ലഡ്ജ് ചെയ്ത് കഴിഞ്ഞാലും അത് വാലിഡ് ആവുന്നൊക്കെ. ഓക്കെ, അപ്പോൾ അതാണ് മെർക്കൻഡിൽ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓണർ മറ്റൊരാൾക്ക് അത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള അതോറിറ്റി കൊടുക്കുക. ഓക്കെ, സച്ച് കൈൻഡ് ഓഫ് ഏജന്റ് ആർ ഓപ്ഷണേഴ്സ്. ഉണ്ടോ, എന്താ ഓപ്ഷണേഴ്സ്? ലേലത്തിൽ എന്ത് ചെയ്യുക, ഓപ്ഷൻ സെല്ലിൽ ഓണർ മറ്റൊരാളുടെ എനിക്ക് വിറ്റ് തരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ആ ഓപ്ഷണർ ആണല്ലോ അവിടെ ലേലം എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുക. ഓക്കെ, ദെൻ പ്രോപ്പർട്ടി. സെയിൽ ഗുഡ്സ് ആക്ടിൽ പുതുതായി കേൾക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രോപ്പർട്ടി എന്നുള്ള വാക്ക് സാധാരണ നമ്മളൊരു വസ്തു എന്നുള്ള രീതിക്കാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെ പ്രോപ്പർട്ടി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വസ്തുവിൻ്റെ ഓണർഷിപ്പാണ്. ഓക്കെ, പ്രോപ്പർട്ടി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ മക്കളെ, ഒരു വസ്തുവിൻ്റെ ഓണർഷിപ്പ്. പ്രോപ്പർട്ടി നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ പറ്റും. നോർമലി ജനറൽ പ്രോപ്പർട്ടി ഉണ്ട്, സ്പെഷ്യൽ പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, എന്താ ജനറൽ പ്രോപ്പർട്ടി, സ്പെഷ്യൽ പ്രോപ്പർട്ടി പറഞ്ഞാൽ, ഇവിടെ നമ്മൾ സെയിൽ ഗുഡ്സ് ആക്ടിൽ പ്രോപ്പർട്ടി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനറൽ പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ഒരു വീട് നമ്മൾ വാടകയ്ക്ക് എടുക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു വീട് നമ്മൾ വാടകയ്ക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ മുകളിൽ നമുക്ക് എന്ത് പ്രോപ്പർട്ടിയാണ് ഉള്ളത്, ജനറൽ പ്രോപ്പർട്ടിയാണോ സ്പെഷ്യൽ പ്രോപ്പർട്ടിയാണുള്ളത്? സ്പെഷ്യൽ പ്രോപ്പർട്ടി. വീടൊരു ഗുഡ്സ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഞാൻ കോൺസെപ്റ്റ് മനസ്സിലാൻ വേണ്ടി പറഞ്ഞു തരാണ്. ഒരു ഇൻഫീരിയർ റേറ്റ് മാത്രമാണ് ആ വീടിൻ്റെ മുകളിലുള്ളത് അല്ലേ. അല്ലെങ്കിൽ ഒരാളിപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ക്ലാസ് എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ എനിക്ക് ഒരു ബോട്ടിൽ വെള്ളം കൊടുത്തു തന്നു. ഓക്കെ, ആ ബോട്ടിൽ വെള്ളം കൊടുത്തു തന്നു കഴിഞ്ഞാൽ ഞാൻ ആ ബോട്ടിൽ അവർക്ക് തന്നെ കൊടുക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ആ ബോട്ടിലിൻ്റെ മുകളിൽ എനിക്ക് എന്ത് പ്രോപ്പർട്ടിയാണല്ലേ, സ്പെഷ്യൽ പ്രോപ്പർട്ടിയാണ്. എൻ്റേതായ ആവശ്യത്തിന് വെള്ളം കുടിക്കാം, അത് ഓപ്പൺ ആക്കാം, എവിടെ വെച്ചാൽ എനിക്ക് സൗകര്യപ്രകാരം വെക്കാൻ പറ്റും, ഒക്കെ പറ്റും അല്ലേ. പക്ഷെ എനിക്കതിൻ്റെ മുകളിൽ ഓണർഷിപ്പ് ഇല്ല.
പക്ഷെ ഞാൻ എൻ്റെ മൊബൈൽ ഫോണായിട്ട് ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ആ മൊബൈൽ ഫോണിൻ്റെ മുകളിൽ എനിക്ക് എന്താ ഉള്ളത്? ജനറൽ പ്രോപ്പർട്ടിയാണ്. എന്താ ഉള്ളത്? ജനറൽ പ്രോപ്പർട്ടി. ഒരു ഇൻഫീരിയർ റേറ്റ് അല്ല എനിക്ക് അതിൻ്റെ മുകളിലുള്ളത്, എന്താ? സുപ്പീരിയർ റേറ്റ് ആണ്. അപ്പോൾ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? ഓണർഷിപ്പ്. അതും ഏത് പ്രോപ്പർട്ടിയാ? ജനറൽ പ്രോപ്പർട്ടി. ദ പ്രോപ്പർട്ടി ഇയർ മീൻസ് ഓണർഷിപ്പ് ഓർ ജനറൽ പ്രോപ്പർട്ടി ഇൻ എവറി കോൺട്രാക്ട് ഓഫ് സെയിൽ. ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് മസ്റ്റ് ബി ട്രാൻസ്ഫർഡ് ഫ്രം സെല്ലർ ടു ബയ്യർ. അല്ലേ? ഓണർഷിപ്പ് സെല്ലറിൽ നിന്നും ബയ്യറിലേക്ക് നിർബന്ധമായിട്ടും ട്രാൻസ്ഫർ ആവണം, എങ്കിലേ അതിനെ ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ തന്നെ വിളിക്കാൻ പറ്റുള്ളൂ. കോൺട്രാക്ട് ഓഫ് സെയിൽ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രധാന ഉദ്ദേശം എന്താ? ഓണർഷിപ്പ് നിലവിൽ ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ ഭാവിയിൽ ട്രാൻസ്ഫർ ചെയ്യാനാവണം. അതുകൊണ്ടാണ് കോൺട്രാക്ട് ഓഫ് സെയിലിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. സെയിലുണ്ട്, എഗ്രിമെന്റ് സെയിലുണ്ട്. ഓക്കെ, വെറീഡ് ആവണ്ട, നമുക്ക് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇവിടെ പ്രോപ്പർട്ടി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ മക്കളെ? ഓണർഷിപ്പ്. ഇറ്റ് മീൻസ് ജനറൽ പ്രോപ്പർട്ടി. കണ്ടോ? റേറ്റ് ഓഫ് ഓണർഷിപ്പ്. Property in the goods means general property. All ownership or right of goods not general property. Goods to be distinguished from special property. Special property ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞു? ഒരു ഗുഡ്സിൻ്റെ മുകളിൽ നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള അവകാശം മാത്രമാണ് ഉണ്ടാവുക. ചെറിയൊരു അവകാശം പണയം വെച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ വാടക എടുത്തു കഴിഞ്ഞാലൊക്കെ നമ്മൾ അതിൻ്റെ അൾട്ടിമേറ്റ് ഓണർ അല്ല. ഓക്കെ, ഇവിടെ സപ്പോസ് ഒരു ഉദാഹരണം പറയണ്ടേ, എ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കയ്യിൽ ഒരു ഗുഡ്സ് ഉണ്ട് അല്ലേ? ഉടമസ്ഥാവകാശത്തിലുള്ള ഗുഡ്സാണ്. ആ ഗുഡ്സ് അയാൾ ബിയുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? പ്ലഡ്ജ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്ക് ആ ഗുഡ്സിൻ്റെ മുകളിൽ എന്താ ഉള്ളത്? ജനറൽ പ്രോപ്പർട്ടി. എ ആണ് ഓണർ. ബിക്ക് അതിൻ്റെ മുകളിൽ എന്താ? സ്പെഷ്യൽ പ്രോപ്പർട്ടി. തൻ്റെ പൈസ അല്ലേ? ആര് പൈസ കൊടുത്തിട്ടുണ്ടാവും? ബി എക്ക് പൈസ കൊടുത്തിട്ടുണ്ടാവും. ആ പൈസ കിട്ടണവരെന്ത് ചെയ്യുന്നുണ്ട്? തൻ്റെ പൈസ കിട്ടുന്നവർ ആ ഗുഡ്സ് പിടിച്ചു വെക്കാനും എല്ലാത്തിനുള്ള അവകാശം ആർക്കുണ്ട്? ബിക്ക് ഉണ്ട് എന്ന് പറയുന്നത്. ഇൻ കേസ് ഓഫ് എ ഫൈൽ ടു റീപേ ദ എമൗണ്ട് ബോറോഡ്, എന്ത് ചെയ്യാം? എ എന്ത് ചെയ്യുന്നുണ്ട്? പൈസ തിരിച്ചടച്ചില്ലെങ്കിൽ മാത്രമേ ബിക്ക് അതെടുത്തിട്ട് വേറെ ആൾക്ക് വിൽക്കാനായിട്ട് പറ്റുള്ളൂ. അതൊക്കെ നമ്മൾ പ്ലഡ്ജിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത്ര മനസ്സിലാക്കി വെക്കുക. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ? ജനറൽ പ്രോപ്പർട്ടിൻ്റെ, സ്പെഷ്യൽ പ്രോപ്പർട്ടിൻ്റെ. ദെൻ ഇൻസോൾവെന്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ കോൺട്രാക്ട് ആക്ടിലാണ് ഇൻസോൾവെന്റ് എന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ കോടതി ഒരാളെ ഇൻസോൾവെന്റ് ആയിട്ട് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഓക്കെ, കോടതി ഒരാളെ ഇൻസോൾവെന്റ് ആയി പ്രഖ്യാപിക്കണം. അങ്ങനെ കോടതി ഒരാളെ ഇൻസോൾവെന്റ് ആയി പ്രഖ്യാപിക്കുന്നതിന് ചാർജ്ഡ് ഇൻസോൾവൻസി എന്ന് വിളിക്കുക. എന്തെന്ന് വിളിക്കുക? ചാർജ്ഡ് ഇൻസോൾവൻസി. ഓക്കെ, എന്നാൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പ്രകാരം ഒരാളെ പ്രത്യേകിച്ച് കോടതി ഇൻസോൾവെന്റ് ആയിട്ട് പ്രഖ്യാപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയാളുടെ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിലെ കടങ്ങളൊന്നും കൊടുത്തു തീർക്കാനൊക്കെ പറ്റുന്നില്ല, ഡ്യൂ ആയ ഡെപ്റ്റുകളൊന്നും കൊടുത്തു തീർക്കാനൊക്കെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾ ഓട്ടോമാറ്റിക്കലി എന്തായി മാറും മക്കളെ? ഈ പറഞ്ഞ രീതിയിലേക്ക് അയാൾ ഇൻസോൾവെന്റ് ആയിട്ട് മാറും. എ പേഴ്സൺ സെഡ് ടു ബി ഇൻസോൾവെന്റ് വെൻ he ceases to pay his debt in the ordinary course of business or cannot to pay his debt, they become due whether has committed an act or insolvency or not. ഓക്കെ, അയാൾ ഇൻസോൾവെന്റ് ആയിട്ട് മാറുന്ന പറഞ്ഞത്. ദെൻ പ്രൈസ്. എന്താ പ്രൈസ് എന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ പറയണത്? ഓക്കെ, പ്രൈസ് മീൻസ്, അപ്പോൾ ഇൻസോൾവെന്റ് പറഞ്ഞാൽ എന്താ? കടങ്ങൾ കൊടുത്ത് പ്രത്യേകിച്ച് കോടതി അവിടെ പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതാണ് ഇവിടെ പറയണത്. ദെൻ പ്രൈസ്. എന്താ പ്രൈസ് എന്ന് പറഞ്ഞാൽ? ഒരു വസ്തു അല്ലേ? സെല്ലർ ബയ്യർക്ക് ഒരു വസ്തുവിൻ്റെ ഓണർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം അത് കോൺട്രാക്ട് ഓഫ് സെയിൽ ആവുക സാറേ. നോക്കടാ, ഞാനിപ്പോൾ ഒരാൾക്ക് എൻ്റെ കയ്യിലുള്ള ഒരു വസ്തുവിൻ്റെ ഓണർഷിപ്പ് കൊടുക്കുകയാണ്. പൈസ ഒന്നും മേടിക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്യുക? ഓണർഷിപ്പ് മാത്രം കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ അത് ഗിഫ്റ്റാണ്. ഓക്കെ, അല്ലാതെ അത് സെയിലായിട്ട് മാറില്ല. സാറല്ല പറഞ്ഞ ഓണർഷിപ്പ് കൈമാറ്റം ചെയ്ത സെയിലാവും. ഓക്കെ, ഓണർഷിപ്പ് കൈമാറ്റം ചെയ്ത സെയിലാവും. പക്ഷെ എന്തിനു പകരമായിട്ടായിരിക്കണം ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യേണ്ടത്? ഇങ്ങോട്ടൊരു കൺസിഡറേഷൻ കിട്ടണം അല്ലേ? ഇങ്ങോട്ടൊരു പ്രൈസ് കിട്ടണം, അതിന് പകരം കൊടുക്കണം. അപ്പോഴേ നമ്മൾ എന്താവുള്ളൂ? സെയിലായിട്ട് മാറുള്ളൂ. അല്ലാതെ ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ ഓണർഷിപ്പ് കൊടുക്കുന്നുണ്ട്, അത് വെച്ചിട്ട് അതെന്തല്ല? സെയിലല്ല. അപ്പോൾ സെല്ലർ ബയ്യർക്ക് ഒരു വസ്തു വിൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? ആ വസ്തുവിൻ്റെ ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യുന്നത് എന്തിനു പകരമായിട്ടായിരിക്കണം? പ്രൈസിന് പകരമായിരിക്കും. അപ്പോൾ എന്താ പ്രൈസ്? പ്രൈസ് മീൻസ് ദ മണി കൺസിഡറേഷൻ ഫോർ സെയിൽ ഓഫ് ഗുഡ്സ്. ഇറ്റ് വാല്യൂ ഓഫ് ഗുഡ്സ് എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്. മനസ്സിലാവണ്ടോ? മോണിറ്ററി ടേംസിൽ ഇറ്റ് ഈസ് എസെൻഷ്യൽ റിക്വയർമെൻറ്റ് മേക്ക് കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ്. അപ്പോൾ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു വസ്തു അല്ലേ? ബയ്യർ സെല്ലർക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു മോണിറ്ററി കൺസിഡറേഷനാണ് പ്രൈസ് എന്ന് വിളിക്കുക. ദെൻ ക്വാളിറ്റി ഓഫ് ഗുഡ്സ്. ക്വാളിറ്റി എന്ന് പറഞ്ഞ വാക്ക് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നതാ? ഒരു വസ്തുവിൻ്റെ നിലവിലെ അവസ്ഥ, സ്റ്റേറ്റ്. ഇപ്പോഴത്തെ നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി എന്നൊക്കെ അറിയാം. നിലവിലുള്ള ഒരു അവസ്ഥയെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്വാളിറ്റി പറഞ്ഞു, പ്രൈസ് പറഞ്ഞു, ഇൻസോൾവെന്റ് പറഞ്ഞു, പ്രോപ്പർട്ടി, ജനറൽ പ്രോപ്പർട്ടി ഉണ്ട്, സ്പെഷ്യൽ പ്രോപ്പർട്ടി ഉണ്ട്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി ഏതാ? ജനറൽ പ്രോപ്പർട്ടി. ദെൻ മെർക്കന്റൈൽ ഏജന്റ് ഉണ്ട്, ഒരു വസ്തു വിൽക്കാൻ വേണ്ടി അധികാരം കൊടുത്ത ആള് അല്ലേ? വിൽക്കാനാവാം, വാങ്ങാനാവാം, പണയം വെക്കാനാവാം, ഒക്കെ ആവാം. ദെൻ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ഉണ്ട്, ഡോക്യുമെന്റ് ഓഫ് ഷോയിങ് ടൈറ്റിൽ ഉണ്ട്. കൺഫ്യൂസർ ആവരുത്. ഡോക്യുമെന്റ് ഓഫ് ഷോയിങ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ ഷോയിങ്. കണ്ടോ? ഒരാളുടെ പേര് ഷോ ചെയ്യണം, എങ്കിൽ മാത്രമേ അയാൾ അതിൻ്റെ ഓണറും കൺട്രോളൊക്കെ ആക്കി കിട്ടുള്ളൂ. ദെൻ ഡെലിവറിയെ കുറിച്ച് പറഞ്ഞു. ദെൻ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് സെയിലും എഗ്രിമെന്റ് ടു സെയിൽ അല്ലേ? സാറേ എന്താണ് സെയിൽ, എഗ്രിമെന്റ്, സെയിൽ? നോക്കാം. ആദ്യം ഇവിടെ മനസ്സിലാക്കി വെക്കുക, കോൺട്രാക്ട് ഓഫ് സെയിലിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സെയിലും ഉണ്ട്, എഗ്രിമെന്റ് സെയിലും ഉണ്ട്.
എന്താ സെയിൽ എന്ന് പറഞ്ഞാൽ സെല്ലറിൽ നിന്നും ബയ്യറിലേക്ക് ഒരു വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം നിലവിൽ ട്രാൻസ്ഫേർഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫേർഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്ഫേർഡ് ആയി കഴിഞ്ഞാൽ ഓക്കെ, സെല്ലറിൽ നിന്നും ബയ്യറിലേക്ക് ഒരു വസ്തുവിൻ്റെ ഓണർഷിപ്പ് ഓൾറെഡി ട്രാൻസ്ഫേർഡ് ആയി കഴിഞ്ഞാൽ അതെന്തായി മാറും? സെയിലായിട്ട് മാറും. ഇനി ഭാവിയിൽ ട്രാൻസ്ഫർ ചെയ്യാം, ഞാൻ നിനക്ക് ഓണർഷിപ്പ് ഭാവിയിൽ ട്രാൻസ്ഫർ ചെയ്യാം, പക്ഷേ കരാർ ഇപ്പം തന്നെ ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അതെന്താ? എഗ്രിമെൻറ്റ് ടു സെല്ലാണ്. ഓക്കെ, കരാർ ഇപ്പം തന്നെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഭാവിയിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 21/3/2025 മോർണിംഗിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളും തമ്മിൽ ഇന്നൊരു കരാർ ഉണ്ടാവുന്നുണ്ട്. ഈ കരാർ ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതിൻ്റെ ഓണർഷിപ്പ് ഞാൻ നിനക്ക് 10/4/2025 തരാം. അങ്ങനെയാണ് ഇന്ന് ഞാൻ നിങ്ങൾ തമ്മിലുണ്ടായത് എഗ്രിമെൻറ്റ് ടു സെല്ലാണ്. 10/4/2025 ആകുമ്പോഴാണ് എന്ത് ചെയ്യുക? ഓണർഷിപ്പ് നിങ്ങൾക്ക് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഓക്കെ, മേ ബി പൊസഷനൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ടാവും, പക്ഷേ ഓണർഷിപ്പ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് 10/4/2025. അങ്ങനെയാണ് ഇന്ന് എഗ്രിമെൻറ്റ് സെല്ലും 10/4/2025 ആകുമ്പോൾ അത് എന്തായി മാറും? സെയിലായിട്ട് മാറും. ഇവയെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സെയിലും എഗ്രിമെന്റ് സെല്ലും പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 4 സബ്സെക്ഷൻ 1, കോൺട്രാക്ട് ഓഫ് സെയിൽ ഗുഡ്സ് വെയർ ബൈ ദ സെല്ലർ ട്രാൻസ്ഫേഴ്സ് ഓർ അഗ്രീസ് ടു ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ഗുഡ്സ് ബയർ ഫോർ പ്രൈസ്. എന്താ ഇവിടെ പറയുന്നത്? കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെല്ലറിൽ നിന്നും ബയ്യറിലേക്ക് ഒരു വസ്തുവിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലേ ഓണർഷിപ്പ്, അതവിടെ പറയുന്നത് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? കോൺട്രാക്ട് വെയർ ബൈ ദ സെല്ലർ ട്രാൻസ്ഫേഴ്സ് ഓൾറെഡി ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് അഗ്രീസ് ടു ട്രാൻസ്ഫർ ദ പ്രോപ്പർട്ടി ഗുഡ്സ് ബയ്യർ ഫോർ പ്രൈസ്. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഈ പറഞ്ഞ കോൺട്രാക്ട് ഓഫ് സെയിൽ എന്നുള്ളതുകൊണ്ട് വിളിക്കാം. കോൺട്രാക്ട് ഓഫ് സെയിൽ മേ ബി അബ്സലൂട്ട് ആവാം, കണ്ടീഷൻ ആവാം. ഒരു കണ്ടീഷൻ വെച്ചും കൊണ്ടാവാം, അല്ലെങ്കിൽ യാതൊരുവിധ കണ്ടീഷൻസും വെക്കാതെ ആവാം. അതാണ് അബ്സലൂട്ട്. പ്രത്യേകിച്ച് ഒരു കണ്ടീഷൻസും വെക്കാതെ തന്നെ ഓണർഷിപ്പ് സെല്ലറിൽ നിന്നും ബയ്യറിലേക്ക് ട്രാൻസ്ഫർ ആവാം. നീ കണ്ടീഷൻ വെച്ചിട്ടുണ്ടാവും, നീ എനിക്ക് പൈസ തന്നാൽ മാത്രമേ ഞാൻ നിനക്ക് ഓണർഷിപ്പ് തരുള്ളൂ. അത്തരത്തിൽ കണ്ടീഷൻ വെച്ചും കൊണ്ടും കരാറുണ്ടാക്കാം, അതൊന്നും പ്രശ്നമില്ല. ഓക്കെ, where under contract of sale property goods transferred from seller to buyer, the contract is called sale. കണ്ടോ, ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ സെല്ലറിൽ നിന്നും ബയ്യറിലേക്ക് ഒരു വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം ട്രാൻസ്ഫേർഡ് ആയോ, അത് സെയിൽ. ബട്ട് വേർ ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഗുഡ്സ് ടു ബി ടേക്ക് പ്ലേസ് ഇൻ ഫ്യൂച്ചർ ടൈം, ഭാവിയിലാണ് ഓണർഷിപ്പ് പോകണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഈ പറഞ്ഞ അഗ്രിമെൻറ്റ് ടു സെൽ എന്ന് വിളിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞു 21/3/2025 നമ്മൾ കരാറുണ്ടാക്കി, എന്നിട്ട് ഞാൻ പറഞ്ഞു 10/4 ഞാൻ നിങ്ങൾക്ക് ഓണർഷിപ്പ് തരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെന്താ? എഗ്രിമെൻറ്റ് ടു സെൽ. ഈ എഗ്രിമെൻറ്റ് ടു സെൽ ഒരു ദിവസം എന്തായി മാറും? സെയിലായി മാറും. 10/4/2025 ആകുമ്പോൾ എന്തായി മാറും? സെയിലായി മാറും. അല്ല, ഞാൻ നിങ്ങളോട് പറയണേ, ഞാൻ നിനക്ക് ഓണർഷിപ്പ് ഒക്കെ തരാം, പക്ഷെ നീ എനിക്ക് മുഴുവൻ പൈസ തരണം. അങ്ങനെയാണെങ്കിലേ നീ ഓണർ ആവുള്ളൂ. അപ്പോഴും അത് എഗ്രിമെൻറ്റ് സെല്ല അല്ലേ? ഞാൻ ഒരു കണ്ടീഷൻ പറഞ്ഞു. എന്താ കണ്ടീഷൻ? നീ മുഴുവൻ പൈസ തരണം. എപ്പോഴാണോ മുഴുവൻ പൈസ കൊടുത്ത് തരുന്നത്, അപ്പോൾ അതെന്തായി മാറും? സെയിലായിട്ട് മാറും അല്ലേ? An agreement to sell becomes sale when the time elapsed or condition fulfilled, subject to which property in the goods to be transferred. അപ്പോൾ കണ്ടീഷൻ പറഞ്ഞാൽ കണ്ടീഷൻ, അല്ലെങ്കിൽ സമയം പറഞ്ഞാൽ സമയമാകുമ്പോൾ അതെന്തായിട്ട് മാറും? സെയിലായിട്ട് മാറും. അപ്പോൾ സെയിൽ എന്താണെന്നുള്ളത് മനസ്സിലായി, അഗ്രിമെൻറ്റ് സെൽ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലായി അല്ലേ? നോക്കട്ടെ, അവിടെ എന്താ പറയണേ? സെയിൽ ദ പ്രോപ്പർട്ടി ദ ഗുഡ്സ് ട്രാൻസ്ഫർ ഫ്രം സെല്ലർ ടു ബയർ ഇമ്മീഡിയറ്റ്ലി. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. വേർ അണ്ടർ കോൺട്രാക്ട് ഓഫ് സെയിൽ പ്രോപ്പർട്ടി ഗുഡ്സ് ട്രാൻസ്ഫർ ഫ്രം സെല്ലർ ടു ബയർ, കോൺട്രാക്ട് ഈസ് കാൾഡ് സെയിൽ. സെല്ലറിൽ നിന്ന് ബയറിലേക്ക് ഓണർഷിപ്പ് പോയ സെയിൽ. അഗ്രിമെൻറ്റ് സെൽ എന്താ? ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് നോട്ട് ട്രാൻസ്ഫേർഡ് ഇമ്മീഡിയറ്റ്ലി, ഇറ്റ് ഇൻറ്റൻഡ് ടു ട്രാൻസ്ഫർ എ ഫ്യൂച്ചർ ഡേറ്റ്. ഞാൻ പറഞ്ഞു 10/4 ഞാൻ ഓണർഷിപ്പ് തരുള്ളൂ, അല്ലെങ്കിൽ ചില കണ്ടീഷൻ പറഞ്ഞു, നീ മുഴുവൻ പൈസ തന്നാലേ നിനക്ക് ഓണർഷിപ്പ് തരുള്ളൂ പറഞ്ഞു. അത്തരത്തിലുള്ള ഒരു കരാറാണെങ്കിൽ അതിന് അഗ്രിമെന്റ് സെൽ എന്ന് വിളിക്കാം. വേർ ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് ടു ടേക്ക് എ പ്ലേസ് ഫ്യൂച്ചർ ടൈം സബ്ജക്ട് ടു സം കണ്ടീഷൻ ദെയർ ആഫ്റ്റർ ടു ബി ഫുൾഫിൽഡ്, ഇറ്റ് ഈസ് കാൾഡ് അഗ്രിമെന്റ് സെൽ അല്ലേ? ക്ലാസ്സൊക്കെ അങ്ങനെ കണ്ടിന്യൂസ് ആയി കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഓൺലൈനിൽ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഓഫ്ലൈനിൽ ഇരുന്ന് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ചടപ്പുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, എല്ലാം നല്ലതിനാന്ന് മനസ്സിലാക്കുക, ഇപ്പോൾ എടുക്കുന്ന എഫേർട്ടുകളൊക്കെ. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കുക. ദെൻ വെദർ ഏത് അറ്റംപ്റ്റിലാണെങ്കിലും നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ അറ്റംപ്റ്റിൽ തന്നെ പഠിച്ച് പാസ്സാവുക. വെറുതെ കുറേ നെഗറ്റീവ് ചിന്തകളൊക്കെ ചില കുട്ടികളുടെ മനസ്സിൽ വരുന്നുണ്ട്. സാറേ, ഈ അറ്റംപ്റ്റ് സ്കിപ്പ് ചെയ്ത് സെപ്റ്റംബറിന് വൃത്തിയിലിരുന്ന് പഠിച്ചാലൊന്നും, അതൊക്കെ വെറും തോന്നലാണ്. ഈ അറ്റംപ്റ്റിൽ തന്നെ ഇരുന്ന് പഠിക്കുക. ഓക്കെ, വെദർ കോൺട്രാക്ട് ഓഫ് സെയിൽ ഗുഡ്സ് ഈസ് അബ്സലൂട്ട് ഓർ അഗ്രിമെന്റ് സെൽ. അപ്പോൾ കോൺട്രാക്ട് ഓഫ് സെയിൽ അബ്സലൂട്ട് ആവാം, അല്ലെങ്കിൽ അഗ്രിമെന്റ് സെൽ ആവാം. ഡിപ്പെൻസ് ഓൺ ഫാക്ട് വെദർ ഇറ്റ് കണ്ടംപ്ലേറ്റ് ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ. അത് നിങ്ങളുടെ എന്തിൻ്റെ ഫാക്ടിനെയും അവിടുത്തെ സാഹചര്യത്തെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ വളരെ സിമ്പിളായി പറഞ്ഞാൽ എക്സ് അഗ്രീസ് ടു വൈ 10th October. കണ്ടോ, 10th October ഈ വിൽ സെൽ ഈസ് കാർ ഓൺ 10th November. ഞാൻ 10th November കരാർ ഉണ്ടാക്കിയ 10-ന്. അങ്ങനെയാണെങ്കിൽ എന്താ? ഓണർഷിപ്പ് കൊടുക്കണേ നവംബറിന്. അങ്ങനെയാണെങ്കിൽ ഇതെന്താ? എഗ്രിമെന്റ് ടു സെൽ അല്ലേ? എഗ്രിമെന്റ് ടു സെല്ലാണ്. ഇത് 10/11/2022 ആകുമ്പോൾ, അഥവാ നവംബർ ആകുമ്പോൾ അത് എന്തായി മാറും? സെയിലായിട്ട് മാറും. അതാണ് ഇവിടെ പറയണേ. പിന്നെ എഗ്രിമെന്റ് ടു സെൽ ബിക്കം സെയിൽ. എഗ്രിമെന്റ് ടു സെൽ എന്തായി മാറും? ബിക്കം സെയിലായി മാറും. വെൻ ദ ടൈം എലാപ്സസ് ഓർ കണ്ടീഷൻ ഫുൾഫിൽഡ് സബ്ജക്ട് ടു വിച്ച് പ്രോപ്പർട്ടി ദ ഗുഡ്സ് ടു ബി ട്രാൻസ്ഫേർഡ്. ഓക്കെ, അപ്പോൾ എന്താ പറയണേ? കണ്ടീഷൻ പറഞ്ഞാലോ അല്ലെങ്കിൽ സമയം പറഞ്ഞാലോ അതെന്തായി മാറും? സെയിലായി മാറും. ഫോളോവിങ് എലമെന്റ്സ് മസ്റ്റ് കോ എക്സിസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് എ കോൺട്രാക്ട് ഓഫ് സെയിൽ. കോൺട്രാക്ട് ഓഫ് സെയിൽ എന്തൊക്കെ
എസെൻഷ്യൽസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യാം. ഞാൻ ഒരു 20-25 മിനിറ്റിൻ്റെ വീഡിയോസായിട്ട്, ഷോർട്ട് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. എങ്കിൽ നിങ്ങൾക്ക് കാണാനും സൗകര്യമാവും, പിന്നെ എനിക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് കൺവീനിയൻ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ.